അങ്ങ് കുറെ ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടുണ്ടല്ലേ? ട്രാൻസ്പ്ലാന്റേഷൻ വിദഗ്ധനായ നടത്തി അല്ലേ? അപ്പൊ ഈ അങ്ങേക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വാസവൻ സഖാവ് പറയുമ്പോഴാണ് അറിയുന്നത്. കാര്യം വലിയൊരു ഗുരുനാഥന്റെ അരുമയായ ശിഷ്യനാണ് അല്ലേ? അപ്പൊ ഗുരുനാഥനെ ഒന്ന് ഓർമ്മിക്കുക. അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ റേലയുടെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ UK വെച്ചിട്ട്. അദ്ദേഹമാണ് എന്നെ തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള പ്രചോദനം നൽകിയതും എൻകറേജ്മെന്റ് നൽകിയതും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാനിപ്പോൾ കൊച്ചി ലാസ്റ്റ് മെഡ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കുള്ളൂ. ഓർഗൻ ഡൊണേഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഒന്ന് ലൈവ് ഡോണർ, അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അവരുടെ ഒരു കിഡ്നി അല്ലെങ്കിൽ ലിവറിന്റെ ഒരു ഭാഗം കൊടുക്കുന്ന. ഇപ്പോൾ ഇഷ്യൂസും കോൺട്രവേഴ്സീസും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം ഈ ലൈവ് ഡോണറിലാണുള്ളത്. മസ്തിഷ്ക മരണാനന്തര അവയവദാനം, അതിൽ കോൺട്രവേഴ്സീസ് ഒന്നും ഇല്ല. ഇവിടുത്തെ പ്രശ്നം എല്ലാം കൂടെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഈ മസ്തിഷ്ക മരണ സ്ഥിരീകരണവും അത് തുടർന്നുള്ള അവയവദാനമാണ്. അതാണ് ഈ നമ്പർ കുറഞ്ഞെന്ന് പറഞ്ഞത്. ഐ എഗ്രി. സോ നമ്പർ ഓവറോൾ ബ്രെയിൻ ഡെത്ത് ഡൊണേഷൻസ് നമ്പർ കുറഞ്ഞിരിക്കുന്നത് ഈ ലൈവ് ഡോണറിലുള്ള കോൺട്രവേഴ്സീസ് കൊണ്ടാണ് മെയിൻലി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യേണ്ടതും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഡൊണേഷനാണ് കൊടുക്കേണ്ടത്. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളുടെ കിഡ്നി എടുക്കുകയോ അല്ലെങ്കിൽ മേജർ സർജറി ചെയ്ത് ലിവറിന്റെ ഒരു പോർഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആവശ്യത്തിന് ആൾക്കാർ അല്ലാതെ തന്നെ കാര്യം ഒരുപാട് മസ്തിഷ്ക മരണം കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? ഒരു വർഷം 4500 ഡെത്ത്സ് ആണ് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. റോഡ് ആക്സിഡന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിലൊരു 10% എങ്കിലും ബ്രെയിൻ ഡെത്ത് വരുന്നുണ്ട്. അവർ ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈവ് ഡൊണേഷന്റെ ആവശ്യം പോലും വരില്ല. പക്ഷേ ഇവിടുത്തെ എന്തുകൊണ്ട് മസ്തിഷ്ക മരണ സ്ഥിരീകരണം നടക്കുന്നില്ല, എന്തുകൊണ്ട് അങ്ങനത്തെ ഡൊണേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഡോക്ടർ ഇപ്പോ എത്ര പേരെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കാണും? ഇപ്പോൾ കൊച്ചിയിലെ ഒരു 650-700 പേരെ ഞാൻ 2000 കേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഒത്തിരി കാലം UK ഈ ഫീൽഡിലായിട്ടൊരു 25 കൊല്ലമായി. ഈ ട്രാൻസ്പ്ലാന്റേഷനിലെ ഒരു റിസ്ക് എന്താണ് ഡോക്ടർ? ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റ്, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത പേഷ്യൻസ് ആണ്. ഇപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അവർ 100% മരിക്കും. ലിവർ ഫെയിലർ ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരു 90, 92, 94% വരെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. 100% മരിക്കും എന്നുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ 94% ചാൻസ് കൊടുക്കുന്നത്. അത് എന്നെ ചോദിച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഓരോ അവയവത്തിനും അതിൻ്റെതായ റിസൾട്ട്സ് വ്യത്യാസമുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സ് ആണെങ്കിൽ ഇതിലൊക്കെ 99%, 98%. ഡോക്ടർ വൈദ്യക്ക് ഏത് ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ആണോ ഹാർട്ടാണോ? ഞാൻ ഹാർട്ടല്ല, ഞാൻ വയറിൻ്റെ അകത്തുള്ള ലിവർ, കിഡ്നി, പാൻക്രിയാസ്, ചെറുകൂട്ടൽ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു.